ഹായ്. ഈ വരുന്ന മെയ് 18 നമ്മൾ സൂപ്പർ നോട്ട്സ് 2 ഡിഗ്രി മെയിൻസ് ബാച്ചുകളാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഒന്ന് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, SBCID ഈ 3 പരീക്ഷകൾക്ക് വേണ്ടി ഒരു മെയിൻസ് ബാച്ച്. 2 സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഈ 3 പരീക്ഷകൾക്ക് വേണ്ടി മറ്റൊരു ബാച്ച്. അപ്പോൾ നിങ്ങൾ പ്രിലിംസ് ഒക്കെ നന്നായിട്ട് എഴുതി മെയിൻസിന് നല്ലൊരു പ്രിപ്പറേഷൻ വേണം. കുറഞ്ഞ സമയത്ത് ഹോട്ട് ടോപ്പിക്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് റാങ്ക് അടിക്കണം, ഏറ്റവും നല്ല എഫേർട്ട് കൊടുക്കണം, ഒരു നല്ല ടീമിന്റെ കൂടെ ജോയിൻ ചെയ്യണം. അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ കൂടാം. അപ്പൊ എന്തുകൊണ്ട് സൂപ്പർ നോട്ട്സിനെ നിങ്ങൾ ചൂസ് ചെയ്യണം? ഓരോന്നായിട്ട് നമുക്കൊന്ന് പറയാം. ഒന്ന്, ഏറ്റവും നല്ല ക്ലാസ്സസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എല്ലാവരും ഇതൊക്കെ തന്നെയല്ലേ പറയുന്നത്? എല്ലാവരും ഏറ്റവും നല്ല ക്ലാസ്സസ് ആണല്ലോ പ്രൊവൈഡ് ചെയ്യുന്നത്. എവിടെ നോക്കിയാലും എല്ലാവരും കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ്, ഏറ്റവും നല്ല ക്ലാസ്സസ് ഒക്കെ അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ മേഖലയിലും ഏറ്റവും നല്ല ഫാക്കൽറ്റീസ് ആണ്, അവരെ കണ്ടെത്തി അവർക്കാണ് നമ്മൾ ഓരോ ടോപ്പിക് എടുത്തു കൊടുക്കുന്നത്. അത് ഏറ്റവും നല്ല ഫാക്കൽറ്റീസിനെ നമ്മൾ കണ്ടെത്തുമ്പോൾ അവിടെ എങ്ങനെയാണ് നമ്മൾ ഒരു 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 മാനദണ്ഡം വയ്ക്കുന്നത്? ആ ടീച്ചറിന് ആ വിഷയം ഏറ്റവും എഫക്റ്റീവായിട്ട് ഭയങ്കര സിമ്പിളായിട്ട് ഒരു കുട്ടിയിലേക്ക് എത്തിക്കാൻ പറ്റണം, അവർ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റണം. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം, ഒന്നാലോചിച്ച് വയ്ക്കും. ഞാനിവിടെ ഒരു റാങ്ക് ഫെയിൽ കൊണ്ടുവയ്ക്കുന്നു, അത് കഴിഞ്ഞ് ഒരു NCERTs ഫുൾ എടുത്ത് അടുക്കി വയ്ക്കുന്നു, SCERT ഫുൾ എടുത്ത് അടുക്കി വയ്ക്കുന്നു, അതിനുശേഷം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മൊത്തം എടുത്ത് നോക്കുന്നു, 2 എൻസൈക്ലോപീഡിയയും കൂടെ വെച്ചാൽ ഇവിടെ നിറയെ മെറ്റീരിയൽസായി. എന്നിട്ട് ഞാൻ പറയുകയാണ് ഈ മെറ്റീരിയലിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് വരത്തുള്ളൂ, ഇത്ര നിങ്ങൾ പഠിച്ചോ, അതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരാൾക്കും അത്രയും പഠിക്കാൻ പറ്റത്തില്ല. വേണമെങ്കിൽ പറയാം ഇതിൽ നിന്ന് മൊത്തം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, സോ നമ്മുടെ മെറ്റീരിയലാണ് ഏറ്റവും ബെസ്റ്റ്. അങ്ങനെയല്ല, ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും എഫക്റ്റീവായിട്ട് ഒരു ടീച്ചറിന് നിങ്ങളെ കാര്യം പറയുന്നവരെ നിങ്ങളെ മനസ്സിലാക്കി തരാൻ പറ്റും. ഏറ്റവും നല്ല ക്ലാസ്സസ്, ആ തരത്തിൽ ഏറ്റവും നല്ല ക്ലാസ്സസ് നിങ്ങൾക്ക് അവിടെ കിട്ടും. അതിനുശേഷം നമ്മൾ എത്ര നല്ല ക്ലാസ് കിട്ടിയാലും എത്ര നോട്ട്സ് കിട്ടിയാലും ഒരു മെന്റർ കൂടെ ഇല്ല എങ്കിൽ, മെന്റർ എന്ന് വെച്ചാൽ ഒരു വഴി കാണിക്കാൻ ഒരാൾ, അതായത് ഈ ഘട്ടങ്ങളൊക്കെ നേരത്തെ നടന്നു കയറിയ വഴി കാണിക്കാൻ, നിങ്ങളെ പിടിച്ചു കയറ്റാൻ ഒരാൾ ഇല്ല എങ്കിൽ ആ എഫേർട്ടൊക്കെ വെറുതെ ഉണ്ടാവും. അപ്പോൾ ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെന്റർഷിപ്പ് നിങ്ങൾക്ക് ആ ബാച്ചിനകത്ത് കാണും. പിന്നെ ഏറ്റവും നല്ല നോട്ട്സും അവിടെ കിട്ടും. ഒരു ടീച്ചർ ക്ലാസ്സിനകത്ത് എന്തൊക്കെ പറയുന്നു ആ പോയിന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രിന്റ് റെഡി ആയിട്ടുള്ള PDF നിങ്ങൾക്ക് അവിടെ കിട്ടും. മാത്രമല്ല ഒരു ടെസ്റ്റ് പാക്ക് നിങ്ങൾക്ക് ആഡ് ഓൺ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി അറിയണമെങ്കിൽ സൂപ്പർ നോട്ട്സിന്റെ ടെലഗ്രാം ചാനൽ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കിയാൽ മതി. അതിനകത്ത് നമ്മുടെ നോട്ട്സ് എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ നിലവാരത്തിലുള്ള ഫുൾ നോട്ട്സ് നിങ്ങൾക്ക് അവിടെ പ്രതീക്ഷിക്കാം. ഓക്കെ, പിന്നെ വേറെ എന്താണ് ഞങ്ങളുടെ റിസൾട്ടാണ്. അതായത് കഴിഞ്ഞ സെക്രട്ടറി ടെസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ വന്നപ്പോൾ ഏതാണ്ട് 150-ലധികം കുട്ടികൾ സൂപ്പർ നോട്ട്സിൻ്റെതായിരുന്നു. അപ്പോൾ സൂപ്പർ നോട്ട്സ് സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് സെക്രട്ടറി ടെസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ ഒരു 500 പേരൊക്കെ ഞങ്ങൾക്ക് ആ ബാച്ചിനകത്ത് മൊത്തം ഉണ്ടായിരുന്നുള്ളൂ, പ്രിലിംസ് മെയിൻസ് എല്ലാം കൂടെ ചേർത്തിട്ട്. അപ്പോൾ അതിൽ നിന്ന് 150 കുട്ടികൾ ആ റാങ്ക് ലിസ്റ്റിൽ വന്നു. എനിക്കറിയാം ആ ബാക്കി 380 പേര് വരാത്തത് ഞങ്ങളുടെ ഒരു പോരായ്മയാണ്. പക്ഷേ ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അത് നമ്മൾ തിരുത്തും. അതായത് എൻ്റെ ആഗ്രഹം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ടീമിന്റെ ആഗ്രഹം ഇങ്ങനെയാണ്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടറിന്റെ, എക്സൈസ് ഇൻസ്പെക്ടറിന്റെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അവിടെ മൊത്തം നമ്മുടെ പിള്ളേരായിരിക്കണം പോയി നിൽക്കേണ്ടത്. അവിടെ ഒരു സക്സസ് മീറ്റ് വരുമ്പോൾ ഒരുപാട് കുട്ടികൾക്ക് അവരുടെ സക്സസ് പറയാൻ പറ്റണം, അവർ പിന്നിട്ട് വന്ന ആ വഴികൾ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം, അടുത്ത ജനറേഷനെ ഇൻസ്പയർ ചെയ്യാൻ പറ്റണം. അപ്പോൾ അതൊക്കെയാണ് ആഗ്രഹം. അങ്ങനെ എല്ലാമായിട്ട് നമ്മൾ ഈ വരുന്ന മെയ് 18 ഞങ്ങളുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്താൽ ഒരു ബാച്ചിനകത്ത് 250 പേർക്ക് മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക 250 കഴിഞ്ഞാൽ പിന്നെ ജോയിൻ ചെയ്യത്തില്ല? ഇല്ല, 250 കഴിഞ്ഞാൽ മേ ബി ചിലപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാം. അത് തീരുമാനിച്ചിട്ടില്ല, ആ സമയത്ത് സംഭവം ഇതുപോലെ. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളാം. മെയ് 18 നമുക്ക് ക്ലാസ്സിൽ കാണാം. ഓക്കെ, സ്വപ്നം കണ്ടോ? അടുത്ത വർഷം 2027 റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ, മാർച്ച് മാസത്തിൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ആ റാങ്ക് ലിസ്റ്റിനകത്ത് നിങ്ങളുടെ പേരൊക്കെ ഇങ്ങനെ വരുന്ന രംഗം ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് സൂപ്പർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ സ്വപ്നം കണ്ടോടാ, നന്നായിട്ട് പഠിച്ചു. പ്രത്യേകിച്ച് കമ്പനി ബോർഡ് അസിസ്റ്റന്റൊക്കെ 4000-ലധികം നിയമനങ്ങൾ നടക്കാൻ പോകുന്ന ഒരു പരീക്ഷയാണ്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 1 ഗ്രേഡ് 2 കൂടെ ചേർത്തിട്ട് അത്രത്തോളം നിയമനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒരു 250 അഡ്വൈസ് ഒക്കെ പ്രതീക്ഷിക്കാം. ഒരൊക്കെ ജോലി കിട്ടാനൊക്കെ ഒരു പോസ്റ്റ് മതി, നന്നായിട്ട് പഠിച്ചാൽ മതി. അപ്പോൾ ഒരു ടീം നിങ്ങളുടെ എഫേർട്ടിന്റെ പകുതി എടുക്കാനായിട്ട് നിങ്ങളുടെ കൂടെയുണ്ട്. മെയ് 18 ക്ലാസ്സിൽ കാണാം.